കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും. വിത്ത് വഹിച്ചിരിക്കുന്നവൻ കരഞ്ഞുകൊണ്ട് പോകുന്നു, കറ്റ വഹിക്കുന്നവൻ സന്തോഷിച്ചുകൊണ്ട് വരുന്നു. 125 സങ്കീർത്തനം 5 തിരുവചനം. വളരെ മനോഹരവും വളരെ ആശ്വാസകരവും വളരെ പ്രത്യാശാകരവുമായ ഒരു വചനമാകുന്നു ഇത്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും. വിതയ്ക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്. വിളയിറക്കുന്നതിന് പിന്നിൽ വലിയ ത്യാഗങ്ങളുണ്ട്, വലിയ കഷ്ടപ്പാടുകളുണ്ട്, വലിയ സഹനങ്ങളുണ്ട്, ഒത്തിരി വിയർപ്പൊഴുക്കേണ്ടി വരും, പ്രതിസന്ധികൾ ഒരുപാട് നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ അപ്രകാരം സഹിച്ചും കരഞ്ഞും കൊണ്ട് വിത്ത് വിതയ്ക്കുന്നവൻ കൊയ്ത്ത് കാലത്ത് താൻ വിതച്ചത് നൂറുമേനിയായി കൊയ്ത് ആ കറ്റ വഹിച്ച് സന്തോഷിച്ചുകൊണ്ട് മടങ്ങി വരുന്നു. കർത്താവിൻ്റെ വേല ചെയ്യുന്ന വേലക്കാരെക്കുറിച്ച് ഈ വചനം വളരെ പ്രസക്തിയുള്ളതായി തോന്നുകയല്ല, അത് യാഥാർത്ഥ്യമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഒരുപാട് സഹിച്ചും പട്ടിണി കിടന്നും ദാരിദ്ര്യമനുഭവിച്ചും വെല്ലുവിളികൾ സ്വീകരിച്ചും സുവിശേഷമാകുന്ന വിത്ത് വിതയ്ക്കുന്നവർ വിളവെടുപ്പ് നാളിൽ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ ഒരുപിടി ആത്മാക്കളെ കൊയ്തുകൂട്ടി ദൈവസന്നിധിയിൽ സ്തോത്രത്തോടും സന്തോഷത്തോടും കൂടെ നിൽക്കുന്നു. എത്ര മധുരം, എത്ര മനോഹരം! ഓരോ വിശ്വാസിയുടെ ജീവിതവും ഇപ്രകാരം സന്തോഷത്തിൻ്റെ പരിപൂർണതയിലെത്തുവാൻ നാം ഓരോരുത്തരും കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയച്ചൻ.